എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ ചോദിക്കുന്നതെന്നും അതിന് ആൻസർ എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം, അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് മീനിങ് കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിവിടെ ഒരു കൺവെർസേഷൻ രൂപത്തിലാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആപ്കാ നാം ക്യാ ഹേ. ഇവിടെ ആപ്ക, ആപ്കി, ആപ്കെ 3 തരത്തിൽ ഈ വേർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിനുശേഷം വരുന്ന വാക്ക് ഏകവചനാണോ, ബഹുവചനാണോ, പുല്ലിംഗാണോ, സ്ത്രീലിംഗാണോ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നാം എന്നുള്ള വാക്ക് പുല്ലിംഗാണ്, അതുകൊണ്ടാണ് ആപ്ക എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ആപ്ക നാം താങ്കളുടെ പേര്. ഓക്കെ, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ഹേ എന്താണ്, ക്യാ ഹേ എന്താണ്, ആപ്ക നാം ക്യാ ഹേ താങ്കളുടെ പേരെന്താണ്, വാട്ട് ഈസ് യുവർ നെയിം. ഇനി നിങ്ങളുടെ പേരെന്താണ്, കുറച്ചുകൂടെ റെസ്പെക്റ്റ് കുറവാണ്, അതായത് ഒരു ജസ്റ്റ് ഒരു അപരിചിതൻ, പക്ഷെ നമ്മുടെ ഒരു സെയിം ഏജ് ആണെങ്കിൽ നമുക്ക് തുമാര നാം ക്യാ ഹേ എന്ന് ചോദിക്കാം. ഇനി നമ്മളെക്കാൾ ചെറിയൊരു കുട്ടിയാണ്, അതുപോലെ അത്രയ്ക്ക് ബഹുമാനം കാണിക്കേണ്ട എന്നാണെങ്കിൽ തേരാ നാം ക്യാ ഹേ എന്ന് ചോദിക്കാം. നിന്റെ പേരെന്താണ്, തേരാ നാം ക്യാ ഹേ. അപ്പോ ഉത്തരം എങ്ങനെ പറയാം? മേരാ നാം രാഹുൽ ഹേ, മേരാ നാം രാഹുൽ ഹേ. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോളിംഗ് കൊടുത്തിരുന്നു. അതിൽ ചോദിക്കുന്നുണ്ട് ഡാഷ് നാം ഗായത്രി ഹേ. അപ്പോൾ ഇവിടെ രാഹുൽ ആയാലും ഗായത്രി ആയാലും മേര എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. എൻ്റെ എന്നുള്ള അർത്ഥത്തിൽ മേര എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. മേര, മേരി, മേരെ ഈ 3 ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നാം എന്നുള്ള വാക്കിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നാം പുല്ലിംഗ ആയതുകൊണ്ടാണ് അവിടെ മേര എന്ന് വന്നത്. പറയുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവിടെ മേര നാം എന്നേ വരുള്ളൂ. മേരി നാം ഗായത്രി ഹേ എന്ന് വരില്ല, മേര നാം ഗായത്രി ഹേ എന്നേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നാമിനെ ഡിപ്പെൻഡ് ചെയ്താണ് മേര സർവനാമത്തിന് വ്യത്യാസം വരുന്നത്. മേര നാം രാഹുൽ ഹേ, മേര എൻ്റെ, നാം പേര് നാമം, മേരാ നാം എൻ്റെ പേര്, രാഹുൽ ഹേ രാഹുൽ എന്നാണ്. മൈ നെയിം ഈസ് രാഹുൽ. ആപ് കഹാ സേ ഹേ, ആപ് കഹാ സേ ഹേ, ആപ് താങ്കൾ, കഹാം എവിടെ, വെയർ, ആപ് താങ്കൾ, കഹാം വെയർ. ഇനി നെക്സ്റ്റ് വേർഡ് സേ ആണ്. സേ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സേക്ക് 2 അർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം ഫ്രം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഫ്രം വെയർ എവിടെ നിന്ന്, കഹാസേ എവിടെ നിന്ന്, കഹാസേ ഹേ എവിടെ നിന്നാണ്, ആപ് കഹാസേ ഹേ താങ്കൾ എവിടെ നിന്നാണ്, അതായത് താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്. ആപ് കഹാസേ ഹേ താങ്കൾ എവിടെ നിന്നാണ്, വേർ ആർ യു ഫ്രം. അപ്പോ അതിനുള്ള ഉത്തരാണ് മേ കേരൾ സേ ഹൂ, മേ കേരൾ സേ ഹൂ. ഇവിടെ ഉത്തരം പറയുന്ന ആള് യൂസ് ചെയ്യുന്നത് ഞാൻ എന്നാണ്, മേ അല്ലെ. അപ്പോ പ്രസന്റ് ടെൻസിൽ നമ്മളത് പറയുമ്പോൾ എന്നെങ്കിൽ എന്താണ്, ഹേ അല്ല വരേണ്ടത്, ഹും ആണ് വരേണ്ടത്. മേ ഞാൻ, കേരൾ കേരളം, കേരൾ സേ കേരളത്തിൽ നിന്ന്, സേയുടെ പ്രയോഗം നമ്മൾ പറഞ്ഞു ഫ്രം അല്ലെ, കേരൾ സേ ഫ്രം കേരള. ഓക്കെ, ഇനി ആണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഹും പ്രയോഗിക്കുന്നത്. പക്ഷെ പ്രസന്റ് ടെൻസിൽ മേന്റെ കൂടെ ഹും ആണ് വരേണ്ടത്. മേ കേരൾ സേ ഹൂ ഞാൻ കേരളത്തിൽ നിന്നാണ്, മേ കേരൾ സേ ഹൂ ഞാൻ കേരളത്തിൽ നിന്ന് ആണ്, ഐ ആം ഫ്രം കേരള. കഹാ ജാ രഹേ ഹോ, കഹാ ജാ രഹേ ഹോ, കഹാ മീൻസ് എവിടെ. ഓക്കെ, കഹാ എവിടെ, ജാ രഹേ ഹോ അതായത് പോകുന്നത്, കഹാ ജാ രഹേ ഹോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഹോ വന്നിരിക്കുന്നത്, അതായത് താങ്കൾ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, കഹാ ജാ രഹേ ഹോ ഇവിടെ ഹോയുടെ അർത്ഥവും ആണ്. ഓക്കെ, ആ അർത്ഥം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ, റെസ്പെക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ തുമ്മിന്റെ കൂടെ ആപ്പിന്റെ കൂടെയൊക്കെ ഹോ ചേർക്കാറുണ്ട് കേട്ടോ. കഹാ ജാ രഹേ ഹോ എവിടെ പോവുകയാണ്, നിങ്ങളിപ്പോ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വേർ ആർ യു ഗോയിങ്. ഓക്കെ, കഹാ ജാ രഹേ ഹോ എവിടെ പോവുകയാണ്, വേർ ആർ യു ഗോയിങ്. അപ്പോൾ ആൻസർ പറയുവാണ് मैं मुंबई जा रहा हूँ, मैं मुंबई जा रहा हूँ, मैं
ഞാൻ മുംബൈ എവിടെയാണോ പോകുന്ന ആ പ്ലേസിന്റെ പേര്. ഓക്കെ, ഏത് പ്ലേസ് ആണെന്ന് വെച്ചാൽ അവിടെ പറയാം. മേ മുംബൈ ജാ രഹാ ഹൂ. ജാ രഹാ ഹൂ എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പോവുകയാണ്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ജാ രഹാ ഹൂ. ഈ പറയുന്ന ആള്, മേം എന്ന് പറയുന്ന ആള് സ്ത്രീലിംഗാണെങ്കിൽ നമുക്ക് ജാ രഹി ഹു എന്ന് പറയാം കേട്ടോ. മേ മുംബൈ ജാ രഹി ഹു. ആണായതുകൊണ്ടാണ് മേ മുംബൈ ജാ രഹാ ഹു എന്ന് പറയുന്നത്. ഇനി അതിന് പകരം ഞങ്ങൾ, അതായത് ഒന്നിലധികം പേരുണ്ടെങ്കിൽ മേമിന് പകരം ഹം യൂസ് ചെയ്യാം. അതുപോലെ രഹ എന്നതിന് പകരം രഹേ എന്ന് യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഹുമ്മിന് പകരം ഹേ എന്ന് യൂസ് ചെയ്യേണ്ടതാണത്. ഹേ എഴുതിയിട്ട് മുകളിൽ കുത്ത്. ഹം മുംബൈ ജാ രഹേ ഹേ, ഞങ്ങൾ മുംബൈയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് പറയേണ്ടി വരും. അപ്പൊ ഇവിടെ മേ മുംബൈ ജാ രഹാ ഹൂ, ഞാൻ മുംബൈയിൽ പോവുകയാണ്. ഐ എം ഗോയിങ് ടു മുംബൈ. അടുത്തത് ആപ്ക ഗർ കഹാ ഹേ. ഗർ എന്നുള്ള വാക്കും പുല്ലിംഗാണ്, അതുകൊണ്ടാണ് ആപ്ക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ താങ്കളുടെ അമ്മ എവിടെയാണ് എന്നാണ് ചോദ്യമെങ്കിൽ ആപ്ക മാ എന്ന് നമ്മൾ ചോദിക്കില്ല. മാ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് അതിന് ഫ്രണ്ടിൽ ആപ്കി എന്ന് ചോദിക്കണം. ആപ്കി മാ കഹാ ഹേ. ഓക്കെ, അപ്പൊ ഇവിടെ ഗർ എന്നുള്ള വാക്ക് പുല്ലിംഗം ആയതുകൊണ്ട് ആപ്ക ഗർ, താങ്കളുടെ വീട്. ഗർ എന്ന് പറഞ്ഞാൽ വീട്. ആപ്ക ഗർ കഹാ ഹേ. കഹാ നമ്മൾ ഓൾറെഡി പഠിച്ചു, എവിടെ. കഹാ ഹേ എവിടെയാണ്. ആപ്ക ഗർ കഹാ ഹേ, താങ്കളുടെ വീട് എവിടെയാണ്. വെയർ ഈസ് യുവർ ഹൗസ്. ആപ്ക ഗർ കഹാ ഹേ, താങ്കളുടെ വീട് എവിടെയാണ്. വെയർ ഈസ് യുവർ ഹൗസ്. അപ്പൊ നമുക്ക് പറയാം, മേരാ ഗർ ജവാഹർ നഗർ മേ ഹേ. മേരാ ഗർ ജവാഹർ നഗർ മേ ഹേ. ഇവിടെ മേരാ ഗർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആപ്ക ആപ്കി അല്ലെ, അവിടെ പറഞ്ഞ അതേ സെയിം നിയമം തന്നെയാണ് ഇവിടെയും. മേരാ ഗർ, ഗർ പുല്ലിംഗ ആയതുകൊണ്ട് മേര എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. മേരാ ഗർ, എന്റെ വീട്. ജവാഹർ നഗർ, അത് സ്ഥലത്തിന്റെ പേരാണ്. അവരുടെ വീട് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്ലേസിന്റെ പേരാണ്. അപ്പൊ നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് അത് നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, പാലപ്പുഴയാണ്, എറണാകുളമാണ്, അല്ലെങ്കിൽ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയാണ്, അല്ലെങ്കിൽ പള്ളുരുത്തിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്ലേസ് പറയാം. മേരാ ഗർ പള്ളുരുത്തി മേ ഹേ. രണ്ടാമത് ഇവിടെ നഗർ മേം എന്ന് കൊടുത്തിരിക്കുന്നത് മേമിനർത്ഥം ഇൽ എന്നാണ്. ഓക്കെ, ആ നഗരത്തിൽ. ഓക്കെ, ഇൻ എന്നുള്ള അർത്ഥത്തിൽ. ജവാഹർ നഗർ മേം, മേരാ ഗർ ജവാഹർ നഗർ മേ ഹേ. എന്റെ വീട് ജവാഹർ നഗറിലാണ്. മൈ ഹൗസ് ഈസ് ഇൻ ജവാഹർ നഗർ. മേമിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. രണ്ട് വരയും ഒരു കുത്തും ഉള്ള മേ ആണെങ്കിൽ അത് ഞാൻ എന്നുള്ള അർത്ഥമാണ്. മേം ഒരു വരയും കുത്തുവാണെങ്കിൽ ഇൻ എന്നുള്ള അർത്ഥമാണ്. ആപ് ക്യാ കർത്തേ ഹേ. അടുത്ത ചോദ്യമാണ് ആപ്, താങ്കൾ. ക്യാ എന്ത്, കർത്തേ ഹേ ചെയ്യുന്നത്. ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്താണ് ചെയ്യുന്നത്. അതായത് കറന്റ്ലി ഇപ്പൊ എന്ത് വർക്കാണ്, എന്ത് ജോബ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്ത് ചെയ്യുന്നു. ആപ് എന്നുള്ള വാക്ക് ബഹുമാന സൂചകമായതുകൊണ്ടാണ് എൻഡിങ്ങിൽ കർത്തേ ഹേ എന്ന് വന്നത് കേട്ടോ. കർത്തേ ഹേ, കർത്താ ഹേ അല്ല, കർത്തേ ഹേ. തായുടെ മുകളിൽ ഇടചിഹ്നവും ഹായുടെ കൂടെ കുത്തുണ്ട്. ഓക്കെ, ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്ത് ചെയ്യുന്നു, അതായത് എന്താണ് ചെയ്യുന്നത്. വാട്ട് ഡു യു ഡു, ജോലിയാണ് ചോദിക്കുന്നത്. അപ്പോ അദ്ദേഹം പറയുവാണ് മേ വക്കീൽ ഹു. മേ വക്കീൽ ഹു. മേ ഞാൻ, വക്കീൽ, വക്കീൽ എന്ന് പറഞ്ഞാൽ ലോയർ, അഡ്വക്കേറ്റ് അല്ലെ, ആണ്. മേ വക്കീൽ ഹു, ഞാനൊരു വക്കീലാണ്. ഓക്കെ, മേ വക്കീൽ ഹു, ഞാൻ വക്കീലാണ്. ഐ ആം എ ലോയർ. ഓക്കെ, ഇനി വക്കീലിന് പകരം നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ മേ ശിക്ഷക് ഹു, ഐ ആം എ ടീച്ചർ അല്ലെ. ഇനി ഡോക്ടർ ആണെങ്കിൽ മേ ഡോക്ടർ ഹു, ഞാൻ ഡോക്ടറാണ്. അടുത്ത് ഇനി നമുക്ക് അവരോട് സുഖവിവരം ചോദിക്കണം എന്നാണെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ അതെങ്ങനെ ചോദിക്കാം, ആപ് കേസേ ഹേ. ഓക്കെ, ആപ് കേസേ ഹേ, ആപ് താങ്കൾ, കേസേ ഹേ സുഖമാണോ, എങ്ങനെയുണ്ട്, താങ്കൾക്ക് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. ആപ് കേസേ ഹേ, താങ്കൾക്ക് സുഖമാണോ. ഹൗ ആർ യു. ആപ് കേസേ ഹേ, താങ്കൾക്ക് സുഖമാണോ. ഹൗ ആർ യു. അപ്പൊ നമ്മൾ എന്താ പറയാറുള്ളത്, എനിക്ക് സുഖമാണ് അല്ലെ. അപ്പൊ അതെങ്ങനെ പറയാം,
മേ ടേക്ക് ഹൂ, മേ ടേക്ക് ഹൂ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു അല്ലെ, എനിക്ക് സുഖമാണ്. മേ ടേക്ക് ഹൂ, ടേക്ക് എന്ന് വെച്ചാൽ ഓക്കെ ആണ്, ശരിയാണ്, ഓക്കെ ആണ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഓക്കെ, മേ ടേക്ക് ഹൂ, എനിക്ക് സുഖമാണ്, ഐ എം ഫൈൻ. മേ ടേക്ക് ഹൂ, എനിക്ക് സുഖമാണ്, ഐ എം ഫൈൻ. പൊതുവെ നമ്മൾ സുഖവിവരം അന്വേഷിക്കുമ്പോൾ വീട്ടുകാരെ കുറിച്ചുകൂടി നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെ ഹിന്ദിയിൽ നമുക്ക് ചോദിക്കാം? घर में सब कैसे है, घर में सब कैसे है. घर എന്ന് പറഞ്ഞാൽ വീട്, മേം എന്ന് പറഞ്ഞാൽ ഇൽ. ഗർമേം വീട്ടിൽ. ഓക്കെ, ഗർമേം വീട്ടിൽ. സബ്, സബ് എന്ന് പറഞ്ഞാൽ എവരി വൺ, എല്ലാവരും. ഓക്കെ, സബ് എല്ലാവരും. കേസേ ഹേ, സുഖമായിരിക്കുന്നു അല്ലെ, എല്ലാവർക്കും സുഖമാണോ. സബ് കേസേ ഹേ, എല്ലാവർക്കും സുഖമാണോ. എവിടെ? ഗർമേ വീട്ടിൽ. ഗർമേ സബ് കേസേ ഹേ, വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ. ഹൗ ഈസ് എവരി വൺ അറ്റ് ഹോം, ഹൗ ഈസ് എവരി വൺ അറ്റ് ഹോം. ഗർമേ സബ് കേസേ ഹേ, വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ. ഹൗ ഈസ് എവരി വൺ അറ്റ് ഹോം. സബ് ടീക്ക് ഹേ, ഉത്തരാണ് സബ് ടീക്ക് ഹേ. സബ് മീൻസ് എവരി വൺ, എല്ലാവരും. ടീക്ക് ഹേ, സുഖമാണ്. ഓക്കെ, സബ് ടീക്ക് ഹേ, എല്ലാവർക്കും സുഖമാണ്. ഓൾ ആർ ഫൈൻ. സബ് ടീക്ക് ഹേ, എല്ലാവർക്കും സുഖമാണ്. ഓൾ ആർ ഫൈൻ. കിത്നെ ബജ് രഹേ ഹേ, ഇനി സമയം ചോദിക്കുവാണ്. കിത്നെ എത്ര, ബജ് രഹേ ഹേ മണിയായിരിക്കുന്നു. കിത്നെ ബജ് രഹേ ഹേ അതായത് എത്ര മണിയായി. കിത്നെ ബജ് രഹേ ഹേ സമയം ഇപ്പം എത്രയായിരിക്കുന്നു. കിത്നെ ബജ് രഹേ ഹേ, കിത്ന എത്ര, അത് സമയത്തിന്റെ കാര്യമായാലും പൈസയുടെ കാര്യത്തിലൊക്കെ നമുക്ക് എത്ര അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി അറിയാനൊക്കെ നമുക്ക് കിത്ന എന്നുള്ള വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. കിത്നെ ബജ് രഹേ ഹേ, ബജ്ന മീൻസ് അടിക്കുകയാണ്, മണി അടിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ സമയമാവുക. ഓക്കെ, കിത്നെ ബജ് രഹേ ഹേ, എത്ര മണിയായിരിക്കുന്നു അല്ലെ. വാട്ട് ടൈം ഈസ് ഇറ്റ്, കിത്നെ ബജ് രഹേ ഹേ, എത്ര മണിയായി. വാട്ട് ടൈം ഈസ് ഇറ്റ്. അപ്പോ സമയം നമുക്ക് പറയാം. ദോ ബജ് രഹേ ഹേ, ദോ ബജ് രഹേ ഹേ. ദോ മീൻസ് രണ്ട്, ബജ് രഹേ ഹേ മണിയായിരിക്കുന്നു. ദോ ബജ് രഹേ ഹേ, 2 മണിയായിരിക്കുന്നു. ഇനി ദോയ്ക്ക് പകരം നമുക്ക് സമയം ഏത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇപ്പൊ 1 മണിയാണെങ്കിൽ ഏക് ബജ് രഹേ ഹേ. ഇനി ഉച്ചയ്ക്കാണെന്നാണെങ്കിൽ ദോബഹർ ഏക് ബജ് രഹേ ഹേ. ദോബഹർ മീൻസ് ആഫ്റ്റർനൂൺ. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ആ ചോദിക്കുന്ന സമയം കേൾക്കുന്ന വ്യക്തിക്ക് അറിയാമല്ലോ ഏത് സമയം, ഉച്ചയ്ക്കാണോ രാവിലെയാണോ. അപ്പം നമ്മളത് സുബ എന്നോ ആഫ്റ്റർനൂൺ എന്നോ പറയേണ്ട കാര്യമില്ല. ഓക്കെ, ദോ ബജ് രഹേ ഹേ 2 മണിയായി. ഇറ്റ്സ് 2 o'clock. ഇനി ക്യാ ആപ്കോ കുച്ച് ചാഹിയേ, ക്യാ എന്താ, ആപ്കോ താങ്കൾക്ക്. കോയുടെ പ്രയോഗം ആർക്കെങ്കിലും എന്ന് പറയാനാണ് കേട്ടോ. അവന് അല്ലെങ്കിൽ അവൾക്ക്, താങ്കൾക്ക് എന്നൊക്കെ പറയാനാണ് കോ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോഴോ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആപ്കോ താങ്കൾക്ക്. കുച്ച്, കുച്ച് മീൻസ് എന്തെങ്കിലും. ഓക്കെ, കുച്ച് എനിത്തിങ്. ഓക്കെ, കുച്ച് എന്തെങ്കിലും. ചാഹിയേ, ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ വേണോ. ക്യാ ആപ്കോ കുച്ച് ചാഹിയേ, എന്താ താങ്കൾക്ക് എന്തെങ്കിലും വേണോ. ഓക്കെ, താങ്കൾക്ക് എന്തെങ്കിലും വേണോ. ക്യാ ആപ്കോ കുച്ച് ചാഹിയേ, താങ്കൾക്ക് എന്തെങ്കിലും വേണോ. ഡു യു വോണ്ട് എനിത്തിങ്. ഹാ മുझे थोड़ा പാനി ചാഹിയേ. ഹാ മുझे थोड़ा പാനി ചാഹിയേ. ഹാ എന്ന് പറഞ്ഞാൽ അതെ, ആ എന്നൊക്കെയുള്ള അർത്ഥമാണ്. റെസ്പോണ്ട് യെസ് ആണ്. ഹാ മുझे थोड़ा പാനി ചാഹിയേ. മുझे എന്ന് പറഞ്ഞാൽ എനിക്ക്. ഓക്കെ, ഫോർ മീ, മുझे എനിക്ക്. തോട, തോട എന്ന് പറഞ്ഞാൽ കുറച്ച്. ഓക്കെ, തോട കുറച്ച്. സം, പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ വെള്ളം. തോട പാനി കുറച്ച് വെള്ളം. തോട പാനി ചാഹിയേ, ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം. മുझे थोड़ा പാനി ചാഹിയേ, മുझे എനിക്ക്. थोड़ा പാനി കുറച്ച് വെള്ളം. ചാഹിയേ വേണം. മുझे थोड़ा പാനി ചാഹിയേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഓക്കെ, ഹാ മുझे थोड़ा പാനി ചാഹിയേ, ആ എനിക്ക് കുറച്ച് വെള്ളം വേണം. യെസ് ഐ വോണ്ട് സം വാട്ടർ. ഓക്കെ, യെസ് ഐ വോണ്ട് സം വാട്ടർ,
ഇനി ഫുഡാണെങ്കിൽ നമുക്ക് പാനിയുടെ അവിടെ ഖാന എന്ന് പറയാം കേട്ടോ. ഖാന ഭക്ഷണം. എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. വിശന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കുറച്ച് ഭക്ഷണം വേണം എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണോ വേണ്ട അത് നിങ്ങൾ പറയുക. ഹാ മുജേ തൊട ഖാന ചൊയ്യ, എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. അപ്പം ഇവിടെ വെള്ളം വേണം എന്നാണ്. അതുകൊണ്ടാണ് ഹാ മുജേ തൊട പാനി ചായേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ വോണ്ട് സം വാട്ടർ. ഓക്കെ, ഇനിയിപ്പോൾ വെള്ളം കൊണ്ടുവന്നു. അപ്പോൾ വെള്ളം മേടിച്ചുകൊണ്ട് വന്ന ആൾക്ക് ആ പൈസ കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വില ചോദിക്കാം. അപ്പം അതെങ്ങനെ ചോദിക്കാം? ഇസ്ക ദാം ക്യാ ഹേ. ഇസ്ക ഇതിൻ്റെ, ദാം ദാം എന്ന് പറഞ്ഞാൽ വില, റേറ്റ്. ക്യാ ഹേ എന്താണ്. ഇസ്ക ദാം ക്യാ ഹേ ഇതിൻ്റെ വില എത്രയാണ്. ഓക്കെ, ഇസ്ക ദാം ക്യാ ഹേ ഇതിൻ്റെ റേറ്റ് എത്രയാണ്. വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈസ്. വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, ഇസ്ക ദാം ക്യാ ഹേ ഇതിൻ്റെ വില എത്രയാണ്. വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈസ്. ഇനി ഇതിൻ്റെ വില പറയുമ്പോൾ ഇസ്ക ദാം 50 रुपया है. ഇസ്ക ദാം 50 रुपया है. ഇസ്ക മീൻസ് ഇതിൻ്റെ, ദാം എന്ന് പറഞ്ഞാൽ വില. ഇസ്ക ദാം ഇതിൻ്റെ വില 50 रुपया है. 50 रुपया 50 rupees. ഇസ്ക ദാം 50 रुपया है ഇതിൻ്റെ വില 50 രൂപയാണ്. 50 എന്ന് പറഞ്ഞാൽ 50. 50 रुपया है 50 രൂപയാണ്. ഇവിടെ ഏതാണോ റേറ്റ് അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനിയിപ്പോൾ ഹിന്ദിയിൽ അതിൻ്റെ നമ്പർ നെയിം അറിയില്ല എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പറയാം. ഓക്കെ, ഇസ്ക ദാം 50 रुपया है അല്ലെങ്കിൽ 50 rupees है എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇസ്ക ദാം 50 रुपया है ഇതിന് 50 രൂപയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വില 50 രൂപയാണ്. ഇറ്റ്സ് പ്രൈസ് ഈസ് 50 rupees. ഇറ്റ്സ് പ്രൈസ് ഈസ് 50 rupees. അപ്പോൾ അടുത്ത ചോദ്യം ക്യാ ഹുവ. ക്യാ മീൻസ് എന്ത്, ഹുവ സംഭവിച്ചു, എന്ത് പറ്റി. ക്യാ ഹുവ എന്തു പറ്റി. ക്യാ ഹുവ എന്തു പറ്റി. ഓക്കെ, ഇത് പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഹോന എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നാണ് അർത്ഥം. ഇനി അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് ഹുവ, സംഭവിച്ചു. ക്യാ ഹുവ എന്ത് സംഭവിച്ചു, എന്തു പറ്റി. വാട്ട് ഹാപ്പൻഡ്. ക്യാ ഹുവ എന്തു പറ്റി. വാട്ട് ഹാപ്പൻഡ്. ഇനി നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുള്ള ഒരു വാക്കാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അല്ലേ, ഏയ് ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതെങ്ങനെ ഹിന്ദി പറയാം? ഇല്ല, നെയ് ഇല്ല. നെഹി എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഉച്ചരിക്കാറില്ല കേട്ടോ. നെയ് അത്ര കേൾക്കാറുള്ളൂ. നെയ് കുച്ച് നെയ് ഹുവ. നെയ് ഇല്ല, കുച്ച് നെഹി ഒന്നുമില്ല അല്ലേ. കുച്ച് നെഹി ഹുവ ഒന്നും സംഭവിച്ചില്ല. കുച്ച് മീൻസ് ഒന്നും, കുറച്ചുപോലും. ഓക്കെ, കുച്ച് നെയ് ഹുവ ഒന്നും സംഭവിച്ചില്ല. നെയ് കുച്ച് നെയ് ഹുവ ഇല്ല, ഒന്നും പറ്റിയില്ല, ഒന്നും സംഭവിച്ചില്ല. നോ നത്തിങ് ഹാപ്പൻഡ്. ഇനി രണ്ട് വ്യക്തികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അവിടെ എന്താ നടക്കുന്നതെന്നറിയാം. ഒരു വ്യക്തി അതിനിടയിലേക്ക് വരുന്നു. അപ്പം അദ്ദേഹം എന്തായിരിക്കും ചോദിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പം അതുപോലെ ഇദ്ദേഹം വന്നിട്ട് ചോദിക്കുവാണ് യഹാ ക്യാ ചൽ രഹാ ഹേ. യഹാ ക്യാ ചൽ രഹാ ഹേ. യഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, ക്യാ എന്ത്, ഇവിടെ എന്ത്, ചൽ രഹാ ഹേ. ചൽ രഹാ ഹേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്. യഹാ ക്യാ ചൽ രഹാ ഹേ എന്താണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. യഹാ ക്യാ ചൽ രഹാ ഹേ എന്താണ് ഇവിടെ നടക്കുന്നത്. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. അപ്പം അതിനുള്ള മറുപടി ആയിട്ട് പറയുവാണ് കുച്ച് ഖാസ് നെയ്യേ. കുച്ച് ഖാസ് നെയ്യേ. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെങ്കിൽ ഒന്നും എന്നുള്ള അർത്ഥത്തിൽ. ഖാസ് നെയ്യേ എന്ന് പറഞ്ഞാൽ ഖാസ് മീൻസ് സ്പെഷ്യൽ, പ്രത്യേകിച്ച്. ഓക്കെ, നെയ്യേ ഇല്ല. കുച്ച് ഖാസ് നെയ്യേ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുച്ച് ഖാസ് നെയ്യേ പ്രത്യേകിച്ച് ഒന്നുമില്ല, നത്തിങ് സ്പെഷ്യൽ. കുച്ച് ഖാസ് നെയ്യേ പ്രത്യേകിച്ച് ഒന്നുമില്ല, നത്തിങ് സ്പെഷ്യൽ. ക്യാ ആപ് ഇനെ ജാൻതേ ഹേ. ക്യാ ആപ് ഇനെ ജാൻതേ ഹേ. ക്യാ എന്ന് പറഞ്ഞാൽ എന്താ. ആപ് താങ്കൾ. ഇനെ, ഇനെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി, അദ്ദേഹം ബഹുമാനം കൊടുക്കേണ്ട വ്യക്തിയാണ്, നമ്മളെക്കാൾ മുതിർന്നതാണെന്നാണെങ്കിൽ നമുക്ക് ഇദ്ദേഹം എന്ന് പറയാം. ഇനി ദൂരെയുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് അദ്ദേഹം എന്ന് പറയാം. അപ്പോൾ ഉനെ എന്ന് പറയാം. ഇനെ ഉനെ. ഇനെ മീൻസ് ഇദ്ദേഹം. അപ്പൊ ഇവിടെ ഹായുടെ സൗണ്ട് ഇൻഹേം എന്നാക്കി പറയണ്ട. ഹാ ഇവിടെ സൈലന്റ് ആണ്.
പക്ഷെ ഉച്ചരിക്കുമ്പോൾ ഇനേം എന്നേ വരുള്ളൂ കേട്ടോ. ഇനേം, ഇദ്ദേഹത്തിനെ എന്നാണ് അർത്ഥം. ഇനെ, ഇദ്ദേഹത്തിനെ. ജാൻതേ ഹേ, ജാന മീൻസ് അറിയുക. ജാൻതേ ഹേ, ക്യാ ജാൻതേ ഹേ, ഇവിടെ ക്യായും കൂടെ വരുമ്പോൾ അർത്ഥം അറിയാമോ എന്നാണ്. ഓക്കെ, ക്യാ ആപ് ഇനെ ജാൻതേ ഹേ, താങ്കൾക്ക് ഇദ്ദേഹത്തെ അറിയാമോ. ക്യാ ആപ് ഇനെ ജാൻതേ ഹേ, താങ്കൾക്ക് ഇദ്ദേഹത്തെ അറിയാമോ. ഡു യു നോ ഹിം. ഇനി അറിയാമെന്ന് എങ്ങനെ പറയാം? ഹാ മേ ജാൻതാ ഹൂ. ഹാ മേ ജാൻതാ ഹൂ. ഹാ മീൻസ് യെസ് എന്നുള്ള അർത്ഥമാണ് അതെ അല്ലെങ്കിൽ ആ. മേ ജാൻതാ ഹൂ, മേ ഞാൻ, ജാൻത അറിയുക, ഹും ആണ്. ഓക്കെ, ജാൻതാ ഹൂ അറിയാം. ഓക്കെ, മേ ജാൻതാ ഹൂ എനിക്കറിയാം. ഹാ മേ ജാൻതാ ഹൂ, ആ എനിക്കറിയാം. ഓക്കെ, അല്ലെങ്കിൽ മേ ഇനെ ജാൻതാ ഹൂ, എനിക്ക് ഇദ്ദേഹത്തെ അറിയാം എന്ന് നമുക്ക് പറയാം. യെസ് ഐ നോ, അല്ലെങ്കിൽ യെസ് ഐ നോ ഹിം. ആപ് ക്യാ കർ രഹേ ഹോ. അപ്പോൾ ഇടയിലേക്ക് വന്ന വ്യക്തി തനിക്ക് പരിചയമുള്ള വ്യക്തിയോട് ചോദിക്കുവാണ്, ആപ് ക്യാ കർ രഹേ ഹോ. ആപ് താങ്കൾ, ക്യാ എന്ത്, കർ രഹേ ഹോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ് ക്യാ കർ രഹേ ഹോ താങ്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ് താങ്കൾ, ക്യാ എന്ത്, കർണ മീൻസ് ചെയ്യുക എന്നാണ്. കർ രഹാ ഹോ എന്ന് വെച്ചാൽ എന്താണ്, ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ ആപ് എന്ന് പ്രയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെ എൻഡിങ്ങിൽ രഹേ എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ആപ് ക്യാ കർ രഹേ ഹോ. ഹോ എന്നുള്ളത് പൊളൈറ്റ്ലി, കുറച്ചുകൂടി പൊളൈറ്റായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ്. ആപ് ക്യാ കർ രഹേ ഹോ, താങ്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ യു ഡൂയിങ്. വാട്ട് ആർ യു ഡൂയിങ്. ആപ് ക്യാ കർ രഹേ ഹോ, താങ്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം ഉത്തരം പറയുവാണ്, ഞാനും ആ ചെക്കനും, അല്ലെ, അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുമായിരുന്നു, ബാത് കർ രഹേദേ. ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, വി എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ. ബാത് കർ രഹേദേ, ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ബാത് കർണ സംസാരിക്കുക. ബാത് കർ രഹേദേ. ഓക്കെ, രഹേദേ, ഥേ എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു, ബാത് കർ രഹേദേ സംസാരിക്കുകയായിരുന്നു. ഓക്കെ, ഹം ബാത് കർ രഹേദേ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. വി വർ ടോക്കിംഗ്. ഹം ബാത് കർ രഹേദേ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. വി വർ ടോക്കിംഗ്. അപ്പം ഇത്രയും നേരം നമ്മൾ ഹേയും ഹുമ്മൊക്കെയാണ് എൻഡിങ്ങിൽ വന്നത്. അതൊക്കെ പ്രസന്റൻസിൽ നടക്കുന്ന കാര്യത്തിനോടൊപ്പം ആയിരുന്നു. പക്ഷെ ധേ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് പാസ്റ്റ് ടെൻസിലെ കാര്യമാണ്. ധ, ധേ, ധി ഒക്കെ യൂസ് ചെയ്യുന്ന എപ്പോഴാ, പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ ഹം എന്നുള്ള വാക്ക് പ്ലൂറൽ ആയതുകൊണ്ടാണ് എൻഡിങ്ങിൽ രഹേധേ എന്ന് വന്നത് കേട്ടോ. ഹം ബാത് കർ രഹേധേ. അപ്പൊ അദ്ദേഹം പറയുവാണ്, ടി ഹേ തുമേ മിൽക്കർ ഖുഷി ഹുയി ഫിർ മിലേംഗെ. അപ്പോ വിട പറയുകയാണ്. ടീക് ഹേ എന്ന് വെച്ചാൽ എന്താ, ശരി, ഓക്കെ. തുമേ മിൽക്കർ, തുമേ ഇവിടെ ഹേ ഉണ്ട്, ഹായുടെ സൗണ്ട് സൈലന്റ് ആണ്. തും ഹേ എന്ന് നമ്മൾ പറയില്ല. സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ട് ബുക്ക് വായിപ്പിക്കുമ്പോൾ അവർ ഇതേപോലെ തും ഹേം, ഇൻ ഹേം എന്നൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് അവരെ തിരുത്തി കൊടുക്കാറുണ്ട്, ഹേ സൈലന്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ അതെടുത്ത് പറയുന്നത്. ഹേ എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ വരാറില്ല കേട്ടോ. അപ്പോൾ തുമേം എന്ന് വരുള്ളൂ. തുമേ മിൽക്കർ ഖുഷി ഹുയി. തുമേ മീൻസ് നിങ്ങളെ, മിൽക്കർ കണ്ടിട്ട്, മിൽന കണ്ടുമുട്ടുക, മിൽക്കർ കണ്ടുമുട്ടിയിട്ട്, ഖുഷി ഹുയി, ഖുഷി ഹാപ്പി, ഖുഷി ഹുയി സന്തോഷമായി, ഹാപ്പി ആയി. തുമേ മിൽക്കർ ഖുഷി ഹുയി നിങ്ങളെ കണ്ടതിൽ സന്തോഷം, അല്ലെ, നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷമായി. ഫിർ മിലേംഗെ, ഫിർ മീൻസ് എഗെയിൻ വീണ്ടും, മിലേംഗെ കാണാം. ഓക്കെ, വിൽ സീ യു എഗെയിൻ എന്നാണ്. അതായത് ഫ്യൂച്ചറിൽ ഇനിയും കാണാം എന്ന് പറയുവാണ്. ഫിർ മിലേംഗെ, സീ യു എഗെയിൻ. ടേ ഹേ ശരി, തുമേ മിൽക്കർ ഖുഷി ഹുയി നിങ്ങളെ കണ്ടതിൽ സന്തോഷം, നിങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് പ്രകടിപ്പിക്കുവാണ്. ഫിർ മിലേംഗെ വീണ്ടും കാണാം, അല്ലെ, ഫിർ മിലേംഗെ, ഫിർ മീൻസ് എഗെയിൻ വീണ്ടും, മിലേംഗെ കാണാം, കണ്ടുമുട്ടാം. ഓക്കെ, ടേ ഹേ തുമേ മിൽക്കർ ഖുഷി ഹുയി ഫിർ മിലേംഗെ, ശരി, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ സന്തോഷം, വീണ്ടും കാണാം. ഓക്കെ, നൈസ് ടു മീറ്റ് യു, സീ യു എഗെയിൻ. ഓക്കെ, നൈസ് ടു മീറ്റ് യു, സീ യു എഗെയിൻ. അങ്ങനെ ആ കുട്ടിയും
ബൈ പറഞ്ഞ് പിരിയുകയാണ്. ബൈ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ യാത്രക്കിടയിലോ അല്ലെങ്കിൽ പരിചയമുള്ള വ്യക്തിയോടായാലും അപരിചിതരോടായാലും ഒക്കെ ഹിന്ദിയിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഈ ഡയലോഗ്സ് ഒക്കെ എടുത്ത് പ്രയോഗിക്കുക. നിങ്ങളുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡയലോഗ് പറയാനുള്ള ഒരു കോൺഫിഡൻസും ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഡയലോഗ്സ് ഡെയിലി യൂസിന് പറ്റുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം.